തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനം വന്നു, കേന്ദ്ര മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞു, ഇതാ ഇപ്പോൾ പലയിടത്തും പൊട്ടിത്തെറിയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തമിഴ്നാട് BJP-യിൽ കലാപക്കൊടി ഉയരുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ മുതിർന്ന നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം അണ്ണാമലയുടെ കാർക്കശ്യമായ നിലപാടെന്നാണ് നേതാക്കൾ പറയുന്നത്. വിനയ് ഉണ്ണി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനയ്, ആകെ ഉണ്ടായിരുന്ന ഒരു സഖ്യം പൊളിഞ്ഞു. ഒരു സീറ്റിൽ പോലും തമിഴ്നാട്ടിൽ ജയിക്കാൻ BJP-ക്ക് കഴിഞ്ഞില്ല. അണ്ണാമലയെ ജയിച്ചു കയറുമെന്ന് വിശ്വസിച്ചു, അതും ഉണ്ടായില്ല. ഏറ്റവും അവസാനം കേന്ദ്രമന്ത്രി സഭയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു, അതും ഉണ്ടായില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ BJP അമ്പയെ പരാജയപ്പെട്ടു. അതിന് കാരണം അണ്ണാമലൈ. നേരത്തെ ഉണ്ടായിരുന്ന മുറുമുറുക്കുകളൊക്കെ ഇപ്പോൾ പരസ്യ പ്രതിഷേധമാവുകയാണോ? പ്രധാനമായും ഈ മുതിർന്ന നേതാക്കൾ, അതായത് മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ അടക്കം ഉന്നയിക്കുന്ന ആരോപണം അണ്ണാ DMK-യെ ഒപ്പം കൂട്ടാൻ അണ്ണാമലയ്ക്ക് സാധിച്ചില്ല എന്നുള്ള കാര്യമാണ്. നമുക്ക് അറിയുന്ന പോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അണ്ണാ DMK BJP ബന്ധത്തിൽ വലിയ ഉലച്ചിൽ വരുന്നത്. ജയലളിതയെ MGR-നെ എല്ലാം പരാമർശമായിരുന്നു. ഈ അണ്ണാമലയുടെ പരാമർശമായിരുന്നു ഈ ഉലച്ചിലിന് കാരണം. തുടർന്നാണ് അണ്ണാ DMK NDA വിട്ടതും തമിഴ്നാട്ടിൽ NDA സഖ്യം അല്ലെങ്കിൽ BJP സഖ്യം ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പാകപ്പിഴ സംഭവിച്ചതും. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അണ്ണാമലയ്ക്കെതിരെ തമിഴിസൈ സൗന്ദരരാജൻ തന്നെ രംഗത്ത് വരുന്നത്. തമിഴിസൈ സൗന്ദരരാജൻ തമിഴ്നാട് BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷയാണ്, മുൻ ഗവർണറാണ്, സീനിയർ നേതാവാണ്. ഇവർ തന്നെയാണ് ഈ അണ്ണാമലയുടെ ഈ കാർക്കശ നിലപാടാണ് ഈ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് പറയുന്നത്. മാത്രമല്ല, അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന ശേഷം മുന്നണി കൂടുതൽ വിപുലപ്പെടുത്താൻ ശ്രമിച്ചില്ല, അണ്ണാ DMK ഒപ്പം നിർത്താൻ ശ്രമിച്ചില്ല. കൂടുതൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് കടന്നു വന്നു എന്നുള്ളടക്കമുള്ള ആരോപണങ്ങൾ പരസ്യമായി തന്നെ ഇപ്പോൾ തമിഴിസൈ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അണ്ണാമലയെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഇന്നലെ പരിഗണിക്കാതിരുന്നത്. അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അണ്ണാമല ഇനിയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് തന്നെയാണ് ഇവിടുന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം അണ്ണാമലയെ പിന്തുണച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം ഇവിടെ രംഗത്തെത്തുന്നുണ്ട്. ട്രിച്ചി സൂര്യം അടക്കമുള്ള യുവ നേതാക്കന്മാർ അണ്ണാമലയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. മുതിർന്ന നേതാക്കളുണ്ടായിരുന്ന കാലത്തെക്കാളും അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ BJP-ക്ക് കൂടുതൽ വോട്ട് വീതം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് ഈ യുവ നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും അണ്ണാമലയെ കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയ പകരം L മുരുകനാണ് ഒരു ദളിത് മുഖമെന്ന നിലയിൽ ഇന്നലെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അണ്ണാമല ഇനിയും തുടർന്നും ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുണ്ടാകും. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ, അതാണ് ഇപ്പോൾ അണ്ണാമല ലക്ഷ്യമിടുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.